നമ്മുടെ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. NIOS +2 ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് ഒരു ഡിഗ്രി എന്ന് പറയുമ്പോൾ ഏത് കോഴ്സ് ആണ് എടുക്കേണ്ടതെന്നൊക്കെ ഉള്ളത് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ 10ാം ക്ലാസ് ചെയ്തതുപോലെയോ അല്ലെങ്കിൽ +2 ചെയ്തതുപോലെയോ ഒന്നും അല്ല. ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രാധാന്യം അതിന് കൊടുക്കേണ്ടതുണ്ട് അല്ലെ. നമ്മള് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി, ഈ 2 ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് നമ്മൾ ഡിഗ്രി കോഴ്സുകൾ ഓഫർ ചെയ്യുന്നത്. PG കോഴ്സ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ MA മലയാളം, MA സോഷ്യോളജി എന്നീ കോഴ്സുകളും, അതുപോലെ തന്നെ ഇഗ്നൌവിന്റെ അണ്ടറിൽ MA ഹിസ്റ്ററി, MA പൊളിറ്റിക്കൽ സയൻസ് ക്രെഡിറ്റ് അക്യുമുലേറ്റ് ചെയ്യണമെന്നുണ്ട്. ഒരു ലേണർ ഇത്ര ക്രെഡിറ്റ് അക്യുമുലേറ്റ് ചെയ്യണമെന്നുണ്ട്. നമുക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത്, രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത്. എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. 2026 ഏപ്രിൽ ബാച്ചിലേക്കുള്ള NIOS SSLC +2 കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് സയൻസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോഴും LB അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്രാഷ് കോഴ്സ്, ട്യൂഷൻ ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻസ്, ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ, സ്ട്രീറ്റ് 2ലേക്കുള്ള അഡ്മിഷൻസ്, ഇതെല്ലാം LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരുപാട് വിദ്യാർത്ഥികളാണ് +2 കഴിഞ്ഞതിന് ശേഷം ഒരു ഡിഗ്രി കോഴ്സ് എടുക്കണം, അല്ലെങ്കിൽ ഡിഗ്രി എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഡിഗ്രി കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോൾ ഏത് യൂണിവേഴ്സിറ്റി ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. ഇങ്ങനെ ഒരുപാട് സംശയങ്ങളാണ് വിദ്യാർത്ഥികൾ നിലനിൽക്കുന്നത്. അപ്പൊ ആ ഒരു സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ മിസ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഡിഗ്രി കോഴ്സിൽ ഏത് യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ഏത് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഡിഗ്രി കോഴ്സുകളാണ് വിദ്യാർത്ഥികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമുക്ക് ഏതൊക്കെ കോഴ്സുകളാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്, ഇതെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോ ശ്രദ്ധിക്കുക, നമ്മുടെ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോഴ്സുകളെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് നമ്മൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. പക്ഷെ എങ്കിൽ പോലും ചില വിദ്യാർത്ഥികൾക്ക്, നമുക്കറിയാം NIOS +2 ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് ഒരു ഡിഗ്രി എന്ന് പറയുമ്പോൾ ഏത് കോഴ്സ് ആണ് എടുക്കേണ്ടതെന്നൊക്കെ ഉള്ളത് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും അല്ലെ. അല്ലെങ്കിൽ ഏതായിരിക്കും കുറച്ചുകൂടെ എളുപ്പമുള്ളത്, എളുപ്പത്തിൽ പാസ്സാകാനായിട്ട് സാധിക്കുന്ന ഏതാണ്, ഏത് യൂണിവേഴ്സിറ്റിയാണ് നല്ലത്, ഏത് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി കോഴ്സുകളൊക്കെയാണ് അംഗീകൃതമായിട്ടുള്ളത്, ഇതെല്ലാം നിങ്ങൾ നിൽക്കുന്ന സംശയങ്ങളാണ് അല്ലെ. അപ്പൊ നമുക്ക് നേരത്തെ നമ്മൾ 10ാം ക്ലാസ് ചെയ്തതുപോലെയോ അല്ലെങ്കിൽ +2 ചെയ്തതുപോലെയോ ഒന്നും അല്ല. ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രാധാന്യം അതിന് കൊടുക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അതുമല്ല, NIOS +2 കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഒരുപാട് വർഷത്തെ ഗ്യാപ്പ് ഒക്കെ വന്നിട്ടുള്ള കുട്ടികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡിഗ്രി കോഴ്സിനെ കുറിച്ച് കൂടുതലായിട്ടും അല്ലെങ്കിൽ വിശദമായിട്ടുള്ള രീതിയിൽ അറിയാനായിട്ട് ചില ആളുകൾക്ക് ചില സാഹചര്യങ്ങൾ ഒത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അറിയില്ലായിരിക്കും എങ്ങനെയാന്നുള്ളത്. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പൊ ഡിഗ്രി കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. നമ്മുടെ ഇവിടെ കൊടുക്കുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏത് കോഴ്സുകളൊക്കെയാണ് കൊടുക്കുന്നതെന്നുള്ളതും ഏത് യൂണിവേഴ്സിറ്റിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ കൊടുക്കുന്നതെന്നുള്ളതും, കൂടാതെ ഇത് ആർക്കൊക്കെ ചെയ്യാം, നിങ്ങൾ വീട്ടിൽ ഇരുന്ന് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കുമോ, അല്ലെങ്കിൽ നമ്മുടെ അക്കാദമിയിൽ വന്ന് പഠിക്കണോ, ഇതൊക്കെ ഒരുപാട് ആൾക്കാരിൽ നിൽക്കുന്ന സംശയങ്ങളാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ക്ലിയർ ചെയ്യാണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, വളരെ ശ്രദ്ധയോടുകൂടി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ സംശയങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് നമ്മൾ കൊടുക്കുന്ന യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മിസ് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ ഞാൻ മിസ്സിലേക്ക് മൈക്ക് കൈമാറുകയാണ്. അപ്പൊ നമ്മുടെ LB അക്കാദമിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ്, ഡിഗ്രി കോഴ്സുകൾ ഏതൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതുപോലെ അതിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അതായത് നമ്മൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി, ഈ 2 ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് നമ്മൾ ഡിഗ്രി കോഴ്സുകൾ ഓഫർ ചെയ്യുന്നത്. ഡിസ്റ്റൻസ് ആയിട്ട് തന്നെയാണ് പഠിക്കുന്നത്. ഇപ്പം നമ്മൾ കോഴ്സുകൾ നോക്കുമ്പോൾ ODL ആയിട്ടും OL ആയിട്ടും നമുക്കുണ്ട്. അതായത്
ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗും ഉണ്ട്, അതുപോലെ തന്നെ ഓൺലൈൻ ലേണിംഗും ഉണ്ട്. നമ്മൾ ഇതില് ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഈ രണ്ട് യൂണിവേഴ്സിറ്റീസിന്റെ അണ്ടറിൽ കോഴ്സുകൾ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണെങ്കിൽ അത് സെമസ്റ്റർ വൈസ് ആയിട്ടായിരിക്കും. സെമസ്റ്റർ വൈസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് അറിയില്ല. അതായത് 6 മാസം കൊണ്ടാണ് ഒരു സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ രജിസ്ട്രേഷൻ ആണെങ്കിലും സെമസ്റ്റർ വൈസ് ആയിട്ടായിരിക്കും. അത് ശേഷം ഇഗ്നോവിന്റെ ഇതിലേക്ക് വരുമ്പോൾ ഇയർലി ആയിട്ടാണ് പോവുക. അതായത് നമ്മൾ 2 സെമസ്റ്ററുകളായിട്ടാണ് നമ്മൾ ഒറ്റ തവണ ഒരു രജിസ്ട്രേഷൻ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഇയർ നമ്മൾ വീണ്ടും രജിസ്റ്റർ ചെയ്തിട്ടാണ് അടുത്ത ഇയറിലേക്ക് പോകുന്നത്. ഓക്കെ, ഇതില് നമ്മൾ LB അക്കാദമിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ BA മലയാളം, BA സോഷ്യോളജി, ഇത് രണ്ടുമാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ BA ഹിസ്റ്ററി, അതുപോലെ തന്നെ BA പൊളിറ്റിക്കൽ സയൻസ്, BA സോഷ്യോളജി, ഈ 3 കോഴ്സുകളുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോ ഇഗ്നോവിന്റെ അണ്ടറിലാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഇയർലി ആയിട്ടായിരിക്കും നമ്മൾ എഴുതേണ്ടി വരിക. 2 സെമസ്റ്റർ ഒരുമിച്ചായിട്ടായിരിക്കും പരീക്ഷയൊക്കെ വരുന്നത്. ഇവിടെ സെമസ്റ്റർ വൈസ് ആണ്. ഒരു സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് സെമസ്റ്റർ നമ്മൾ ഇവിടുന്ന് രജിസ്റ്റർ ചെയ്ത് തരും. അതിനുശേഷം ആ സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ആ ഒരു രീതിയിലായിരിക്കും. അപ്പോൾ അവിടെ BA മലയാളം, BA സോഷ്യോളജി, ഇഗ്നോയില് BA ഹിസ്റ്ററി, BA പൊളിറ്റിക്കൽ സയൻസ്, BA സോഷ്യോളജി, ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇനി PG കോഴ്സുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓൾറെഡി ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ യൂണിവേഴ്സിറ്റീസിന്റെ അണ്ടറിൽ PG കോഴ്സ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ MA മലയാളം, MA സോഷ്യോളജി എന്നീ കോഴ്സുകളും, അതുപോലെ തന്നെ ഇഗ്നോവിന്റെ അണ്ടറിൽ MA ഹിസ്റ്ററി, MA പൊളിറ്റിക്കൽ സയൻസ്, MA സോഷ്യോളജി, ഈ കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് പറഞ്ഞത് മനസ്സിലായോ? LB അക്കാദമിയുടെ കീഴിൽ ഡയറക്റ്റ് ഡിഗ്രി കോഴ്സുകളായിട്ട് വരാം. അതുപോലെ തന്നെ PG മാത്രമായിട്ട് ചെയ്യാനാണെങ്കിലും ഡയറക്റ്റ് നിങ്ങൾക്ക് അഡ്മിഷൻ ഉണ്ട്. ഇവിടെ ഡിഗ്രി ചെയ്തതിന് ശേഷം മാത്രമല്ല നമ്മൾ PG പ്രൊവൈഡ് ചെയ്യുന്നത്. PG കോഴ്സുകൾ സെപ്പറേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നേരെ PG കോഴ്സുകളിലേക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഈ 2 കോഴ്സുകളുടെയും അഡ്മിഷൻ എടുക്കാനുള്ള ഡേറ്റ് നമ്മൾ നോക്കുമ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഇനി സെപ്റ്റംബർ 10 വരെയാണ് സമയമുള്ളത്. അതായത് 2025 സെപ്റ്റംബർ 10 വരെയാണ് സമയമുള്ളത്. അതിൽ ഫീസ് സബ്മിഷന്റെ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് സെപ്റ്റംബർ 15 ആണ് കേട്ടോ. അതായത് സെപ്റ്റംബർ 10 വരെ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. സെപ്റ്റംബർ 15 വരെയാണ് ഫീസ് സബ്മിഷന്റെ ഡെഡ് ലൈൻ കൊടുത്തിരിക്കുന്നത്. ഇനി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഓൾറെഡി ഓഗസ്റ്റ് 15 എന്നുള്ള ആ ഒരു ഡേറ്റ് കഴിഞ്ഞിരുന്നു. പക്ഷെ നമുക്ക് അത് 2025 ഓഗസ്റ്റ് 31 എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതായത് ഇപ്പോഴും ഈ പറയുന്ന കോഴ്സുകൾ, അതായത് BA ഹിസ്റ്ററി, BA പൊളിറ്റിക്കൽ സയൻസ്, BA സോഷ്യോളജി, അതുപോലെ MA ഹിസ്റ്ററി, MA പൊളിറ്റിക്കൽ സയൻസ്, MA സോഷ്യോളജി എന്ന് പറഞ്ഞ് LB പ്രൊവൈഡ് ചെയ്യുന്ന ഈ കോഴ്സുകൾക്ക് നമുക്ക് ഈ ഡേറ്റ് വരെ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ നമ്മൾ BCom കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ തന്നെ PG കോഴ്സ് ആയിട്ടുള്ള MCom പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ 2 കോഴ്സുകളും നമുക്ക് ഇവിടുന്ന് അതായത് രജിസ്ട്രേഷൻ ചെയ്ത് തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. നമ്മുടെ ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ്സുകൾ, അതുപോലെ തന്നെ റെക്കോർഡ്, ആ ഓൺലൈൻ ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ തന്നെ റെക്കോർഡഡ് സെക്ഷനും ഉണ്ട്, നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളും ഉണ്ട്. ദെൻ ഈ കോഴ്സുകളൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്കിതിന് അസൈൻമെന്റ് ഉണ്ട്, അതുപോലെ തന്നെ പ്രോജക്റ്റുകളുണ്ട്, ഡെസർട്ടേഷൻ ഉണ്ട്, ലാസ്റ്റ് വൈവ ഉണ്ട്. വൈവ എന്തായാലും യൂണിവേഴ്സിറ്റി നേരിട്ടായിരിക്കും അത് ചെയ്യുക. ഓക്കെ, ഇവിടെ അസൈൻമെന്റ്, പ്രോജക്ട്, ഡെസർട്ടേഷൻ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ യാതൊരു കൺഫ്യൂഷനും വേണ്ട. അത് നമ്മൾ LB അക്കാദമിയിൽ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് കൃത്യമായിട്ടും ഈ പറയുന്ന അസൈൻമെന്റ്, പ്രോജക്ട്, ഡെസർട്ടേഷനുള്ള എല്ലാവിധ ഹെൽപ്പുകളും ചെയ്തു കൊടുക്കുന്നതായിരിക്കും. നമ്മുടെ കുട്ടികളാണ് നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അല്ലെ, അപ്പൊ നമ്മുടെ ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് തന്നെ നമ്മൾ അത് ചെയ്തു കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ഈ അസൈൻമെന്റ് ആണെങ്കിലും തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ ഓരോ സെമസ്റ്ററിലും ഉണ്ട് സബ്ജക്ട് വൈസ് അസൈൻമെന്റ് എന്ന് പറയുന്നത്. നേരത്തെ ഇന്റേണൽ എക്സാം ഉണ്ടായിരുന്നു. അപ്പം അസൈൻമെന്റുകൾ വെക്കുമ്പോൾ കൃത്യമായിട്ട് നേരത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് സൈറ്റിൽ വരുന്നതായിരിക്കും, അതായത് ലേണറിൻ്റെത്. അപ്പോൾ നമ്മൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ അസൈൻമെന്റ്, അതായത് നമുക്ക് ഓപ്ഷൻസ് വിത്ത് ഓപ്ഷൻസ് ആണ്, നമുക്ക് ഏതെടുക്കുക, അതായത് ക്വസ്റ്റ്യൻ തന്നെ ഓവർ ക്വസ്റ്റ്യനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം,
അതുപോലെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ക്വസ്റ്റ്യൻ ഏതാണ് അതിന് കൃത്യമായിട്ട് ഒരു ഗൈഡൻസ് ഒക്കെ തന്ന് നമ്മുടെ LBയിൽ നിന്ന് തന്നെ അസൈൻമെന്റ് സബ്മിഷന് സഹായിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ എന്തായാലും പ്രോജക്റ്റ് കാണും. ഡിഗ്രി കോഴ്സുകൾക്കൊക്കെ തന്നെ എന്തായാലും പ്രോജക്റ്റ് കാണും. പ്രോജക്റ്റിന് നിങ്ങൾ ഒരു സബ്ജക്ട് എടുക്കുമ്പോൾ ആ സബ്ജക്റ്റിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നമ്മൾ LBയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യും. നിങ്ങളെ എല്ലാ വിധത്തിലും സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ അതിന് ഇൻഡിപെൻഡന്റ് ആക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്പൊ പ്രോജക്റ്റ് എഴുതി തരിക ആ ഒരു രീതിയിലായിരിക്കത്തില്ല. നിങ്ങളെ പ്രോജക്റ്റ് ചെയ്യാൻ കേപ്പബിൾ ആക്കുന്ന തരത്തിൽ നമ്മൾ LBയിൽ നിന്ന് എല്ലാവിധ ഗൈഡൻസും തരുന്നതായിരിക്കും. അതുപോലെ തന്നെ അസൈൻമെന്റ് ആണെങ്കിലും ഒക്കെ കൃത്യമായിട്ടും എങ്ങനെ സോൾവ് ചെയ്യാം, നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റിയ രീതിയിൽ തന്നെ അസൈൻമെന്റ് സബ്മിഷന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ചെയ്തു തരുന്നതായിരിക്കും. അതുപോലെ ഡെസർട്ടേഷൻ ടോപ്പിക് എടുക്കുമ്പോൾ നിങ്ങളുടെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്തിട്ട് നമ്മൾ തരുന്നതായിരിക്കും. ആ ഒരു തരത്തിലുള്ള എല്ലാവിധ സപ്പോർട്ടും നമ്മുടെ LBയിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഇപ്പോ ഇന്ദിരാഗാന്ധിയുടെ അണ്ടറിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ അസൈൻമെന്റ് വെക്കുന്നത് ഇയർലി രീതിയിലായിരിക്കും. അപ്പൊ നമ്മള് ഇപ്പൊ ഒരു ഇയറിൽ ഏകദേശം ഒരു 8 സബ്ജക്റ്റോളം വരും. ആ 8 സബ്ജക്റ്റിന്റെ അസൈൻമെന്റ് വെക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ കോഴ്സ് എടുത്തവരാണ് കൃത്യമായിട്ട് ആ സമയത്ത് നിങ്ങളെ അറിയിക്കുകയും ക്വസ്റ്റ്യൻസ് അനുസരിച്ച് അതെങ്ങനെ സോൾവ് ചെയ്യാം, എങ്ങനെ സബ്മിറ്റ് ചെയ്യാം. അതായത് വെറുതെ ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം അല്ലെ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ അസൈൻമെന്റ് വെച്ചിരിക്കുന്നത് പോലെ അല്ല, നമ്മളിപ്പം ഡിസ്റ്റൻസ് ആയിട്ട് കൂടി പഠിക്കുന്നതാണ്. നിങ്ങൾ NIOSൽ പഠിച്ചിട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി പരിചയം കാണും. അല്ലാതെ ഡയറക്റ്റ് ഇപ്പം ഒരു ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി PG കോഴ്സുകൾ എടുക്കുന്നവരുണ്ടെങ്കിൽ അവരൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് ജസ്റ്റ് പേപ്പറിൽ എഴുതി വെച്ചാൽ പോരാ, അതിന് അതിൻ്റെതായിട്ടുള്ള രീതിയുണ്ട്, സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള രീതിയുണ്ട്, നമ്മുടെ ഒരു ഫോർമാറ്റ് അതിൽ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണെന്ന് അറിയാത്ത ഒരു ലേണറിനെ സംബന്ധിച്ച് LBയിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ അതിനുണ്ടായിരിക്കുമെന്നും അറിയിക്കുന്നു. ഓക്കെ, അപ്പൊ എത്രയും പെട്ടെന്ന് ഈ ഡേറ്റുകൾ ക്രോസ് ചെയ്ത് പോകുന്നതിന് മുമ്പ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഡിഗ്രി PG സ്വപ്നങ്ങളൊക്കെ സഫലമാവട്ടെ എന്ന് ആശംസിക്കുന്നു. മിസ്, അതുപോലെ തന്നെ നമുക്കിവിടെ സ്റ്റുഡൻസ് ചോദിക്കുന്ന ഒരു സംശയം എന്ന് പറയുന്നത്, ഇവിടെ SG അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ IGNOU യൂണിവേഴ്സിറ്റി എടുത്തു കഴിഞ്ഞാലും നമുക്ക് പരീക്ഷ മലയാളത്തിൽ എഴുതാനായിട്ട് സാധിക്കും. കാരണം നമുക്കറിയാം NOSൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലെ, മലയാളത്തിൽ പരീക്ഷ എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഒട്ടുമിക്ക ആളുകളും വിചാരിക്കുന്നത് മലയാളത്തിൽ പരീക്ഷ എഴുതുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അത് വെച്ച് നോക്കുമ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ് നല്ലത്, അല്ലെങ്കിൽ IGNOയിൽ നമുക്ക് ഇംഗ്ലീഷിൽ മാത്രമേ എക്സാം എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ, അത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. ഇങ്ങനെ ചില മിഥ്യാധാരണകള് പിള്ളേരുടെ ഇടയിൽ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അതെങ്ങനെ നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും? ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണെങ്കിൽ നമുക്ക് മലയാളത്തിൽ പരീക്ഷ എഴുതാം. IGNOയിലാണെങ്കിൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലും മാത്രമേ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളൂ. അപ്പൊ നമുക്ക് മാത്രമല്ല ഈ പറയുന്നത് പോലെ എഴുതാനുള്ള ഓപ്ഷനും ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഉള്ളൂ. അപ്പോ ആ ഒരു കാര്യം ഇവിടെ ഉണ്ട്. എന്നാൽ നിങ്ങൾ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോ കുറച്ചും കൂടി എളുപ്പമായിട്ട് നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ IGNOയിലാണെങ്കിലും ചെയ്യാം. ഇത് അത്ര പാടുള്ള ഒരു എക്സാം ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒന്നും അല്ല. അത് നിങ്ങളെ അതായത് നിങ്ങൾക്ക് അതൊരു സർപ്രൈസ് തന്നെയാണ്. LBയിൽ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അത് മനസ്സിലാവും കൃത്യമായിട്ട് എങ്ങനെയാണ് അത് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. അപ്പൊ ഓരോ കോഴ്സ് എടുത്തു കഴിയുമ്പോഴും നമ്മൾ യൂണിവേഴ്സിറ്റി വ്യത്യാസപ്പെടുമ്പോ ഓരോ ലേണറിനെ സംബന്ധിച്ച് ചില കാര്യങ്ങളിൽ ചില സർപ്രൈസുകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ കോഴ്സ് എടുത്തതിന് ശേഷം മാത്രം പറയുന്ന ഒരു കാര്യമായിരിക്കും എന്തായിരിക്കും അതിന്റെ അഡ്വാൻറ്റേജ് എന്നൊക്കെ ഉള്ളത്. ഓക്കെ, അത് അഡ്മിഷൻ എടുത്തവർക്ക് മാത്രം വേണ്ടി നമ്മൾ കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കണോ? അപ്പൊ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇനി ഏത് യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് നിങ്ങൾ ഡിഗ്രി ചെയ്യേണ്ടത് അല്ലെങ്കിൽ PG ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്? സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമുക്കിവിടെ നിങ്ങൾ ഏത് പ്രദേശത്തുള്ള ആളുകളാണെങ്കിലും ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്കൊരു ഡിഗ്രി കരസ്ഥമാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരു അക്കാദമിയിൽ പോയി പഠിക്കേണ്ട ആവശ്യകത ഒന്നും വരുന്നില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും നമുക്കറിയാം. ഒരു +2 കഴിഞ്ഞ് ഡിഗ്രി കോഴ്സിലേക്ക് സാധാരണ നമ്മളൊരു കോളേജിൽ പഠിക്കുമ്പോൾ അല്ലെ മിസ്സേ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും അല്ലെ. അതായത് ക്ലാസ്സിൽ നിന്ന്, അതായത് എനിക്ക് തോന്നുന്നു നമ്മൾ ഇതേപോലെ ഇപ്പൊ ഡിസ്റ്റന്റ് ആയിട്ട് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ അസൈൻമെന്റ്, പ്രൊജക്ട്, അതുപോലെ തന്നെ പഠിക്കാനുള്ള മെറ്റീരിയൽസ് കാര്യങ്ങളെല്ലാം നമ്മളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മളെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ ടീച്ചേഴ്സ് എന്താണോ പറഞ്ഞു തരുന്നത് അത് നമ്മൾ ഷോർട്ട് ആയിട്ടുള്ള രീതിയിൽ
നോട്ടുകൾ എഴുതി വെച്ച നമ്മൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിനുശേഷം അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ തന്നെ ബുക്സുകളെല്ലാം റെഫർ ചെയ്തെടുക്കണം, ഏതാണ് ബെറ്റർ ആയിട്ടുള്ളത്. ഇവരെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. കാരണം നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ നേതൃത്വത്തിലാണ് പോകുന്നത്. അപ്പൊ നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് പഠിക്കുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ അത് ലൈവ് ആയിട്ടുള്ള രീതിയിലും റെക്കോർഡഡ് ആയിട്ടുള്ള രീതിയിലെല്ലാം ക്ലാസ്സുകൾ ലഭിക്കുന്നുണ്ട്. പഠിക്കാനുള്ള മെറ്റീരിയൽസ്, അസൈൻമെന്റ്, പ്രോജക്ട്, മിസ് സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മുടെ നേതൃത്വത്തിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. പറയുന്ന കാര്യങ്ങൾ അതൊന്ന് കറക്റ്റ് ആയിട്ടൊന്ന് ഫോളോ അപ്പ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യുക. വിശദ വിവരങ്ങൾ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഇപ്പോൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കൂടാതെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളിവിടെ NIVS അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളോട് പറയുന്ന പോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് 2025 സെപ്റ്റംബർ 10-ാം തീയതി ആണ് അല്ലെ. ആ 10-ാം തീയതി ലാസ്റ്റ് ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ലാസ്റ്റ് ഡേറ്റിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. അതിന് മുൻപ് തന്നെ അഡ്മിഷൻ എടുത്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികൾ നിങ്ങൾ പൂർത്തീകരിക്കണം. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ചില വിദ്യാർത്ഥികൾ നേരെ കമ്പ്യൂട്ടർ സെന്ററിലോ അവിടെ എവിടെയെങ്കിലും പോകും, എന്നിട്ട് മിസ് ഞാൻ രജിസ്ട്രേഷൻ ചെയ്തെന്ന് പറയും. അങ്ങനെയല്ല, നമ്മൾ ഇവിടെ തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം ചെയ്തു തരും കേട്ടോ. അപ്പൊ ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ അതിന് വേണ്ടിയുള്ള ഡോക്യുമെന്റ്സ് കാര്യങ്ങളെല്ലാം നിങ്ങൾ വിളിക്കുന്ന ടൈമിൽ പറഞ്ഞു തരും. അതുപോലെ തന്നെ നമ്മുടെ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ നമുക്കറിയാം ഓഗസ്റ്റ് 15 വരെ ഉണ്ടായിരുന്നുള്ളൂ, ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയതാണ് 2025 ഓഗസ്റ്റ് 31 എന്ന് പറയുന്നത്. അപ്പോഴും എന്താണ്, നിങ്ങൾ ലാസ്റ്റ് ഡേറ്റ് നോക്കിയിരിക്കില്ല, അതിന് മുൻപ് തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികൾ നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കാം. കമ്പ്യൂട്ടർ സെന്ററുകളിലൊക്കെ അഡ്മിഷൻ എടുക്കുക അല്ലെങ്കിൽ സെൽഫ് ആയിട്ടുള്ള രീതിയിൽ രജിസ്ട്രേഷൻ ചെയ്യാന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ചില വിദ്യാർത്ഥികൾ ഉണ്ടാവും. ഇതേപോലെ എവിടെയെങ്കിലും യൂട്യൂബിൽ നോക്കുക അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് എങ്ങനെയാണ് ഡിഗ്രിയിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുക, സെൽഫായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാം എന്നുള്ള ഒരു ധാരണയിലൊക്കെ ഇരുന്നിട്ട് ചില വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും, ഒന്നുകിൽ നിങ്ങളുടെ സിസ്റ്റം വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ വഴിയോ അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും കമ്പ്യൂട്ടർ സെന്ററിലൊക്കെ വഴി നിങ്ങൾ എന്ത് ചെയ്യും, ഇതേപോലെ തന്നെ എവിടെയെങ്കിലൊക്കെ കിട്ടുന്ന വിവരങ്ങൾ വെച്ചിട്ട് സ്വന്തമായിട്ടുള്ള രീതിയിൽ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് നോക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സെന്റർ മുഖേന രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികളുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് ചില മിസ്റ്റേക്കുകൾ സംഭവിക്കാം. പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല അല്ലെ മിസ്സേ. അപ്പം അതിനെക്കുറിച്ച് മിസ് പറഞ്ഞു തരും, എന്താണ് അതിന്റെ ഒരു എന്താണ് നമുക്ക് തെറ്റ് വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്നുള്ളത്. അതായത് കമ്പ്യൂട്ടർ സെന്ററിലൊക്കെ വഴി അറിയാത്ത കാര്യങ്ങൾ നമ്മൾ സെൽഫായിട്ടുള്ള രീതിയിലൊക്കെ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ ഭവിഷ്യത്ത് എന്താന്നുള്ളത് മിസ് പറഞ്ഞു തരാം. അതായത് നമ്മൾ ഇപ്പൊ ഇഗ്നോയിലൊക്കെ കോഴ്സുകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇത്ര സ്റ്റഡി അവേഴ്സിനുള്ളിൽ ഇത്ര ക്രെഡിറ്റ് അക്യുമുലേറ്റ് ചെയ്യണമെന്നുണ്ട്. ഒരു ലേണർ ഇത്ര ക്രെഡിറ്റ് അക്യുമുലേറ്റ് ചെയ്യണമെന്നുണ്ട്. നമുക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു ലിസ്റ്റ് ഓഫ് സബ്ജക്ട്സ് ഒക്കെ ഇങ്ങനെ വരും. അപ്പൊ നമുക്ക് എളുപ്പം തോന്നുക അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ളതെന്നൊക്കെ തോന്നുക നമ്മൾ ചാടിക്കയറി അങ്ങ് എടുക്കും, സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഓരോ കോഴ്സിനും നേരെ കൃത്യമായിട്ട് അതിന്റെ ക്രെഡിറ്റ് ഉണ്ട്. അപ്പൊ ടോട്ടൽ ക്രെഡിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എത്തത്തില്ല ചില സമയത്ത്, ചില കോഴ്സുകൾ എടുക്കുന്ന സമയത്ത്. അപ്പൊ ആ ക്രെഡിറ്റിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും ആ സബ്ജക്ട് കോമ്പിനേഷൻ റെഡി ആവണം. അതായത് നമ്മൾ ആ ഒരു സെമസ്റ്ററിൽ എടുക്കുന്ന സബ്ജക്ട് കോമ്പിനേഷൻ റെഡി ആയെങ്കിൽ മാത്രമേ ഒരു സ്റ്റുഡന്റ് ഇത്ര അവേഴ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ അക്യുമുലേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ക്രെഡിറ്റിലേക്ക് എത്തത്തുള്ളൂ. അപ്പൊ അത് നിങ്ങൾ സെൽഫായിട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സെന്ററിൽ ചെന്നിരിക്കുമ്പോൾ അവർ അഡ്മിഷൻ ചെയ്തു വിടും, ഏതൊക്കെ എളുപ്പം ചോദിക്കും ചെയ്തു വിടും. പക്ഷെ ആ ക്രെഡിറ്റിലേക്ക് എത്തിയില്ലെങ്കിൽ അതും പ്രശ്നമാണ്. അത് നിസ്സാരമായിട്ടുള്ള ഒരു പ്രശ്നമല്ല. അവസാനം പിന്നെ അതിന്റെ പുറകെ പോവേണ്ടതായിട്ട് വരും. അപ്പോ UGC കൃത്യമായിട്ടും പറയുന്ന ആ ഒരു ക്രെഡിറ്റ് അക്യുമുലേഷൻ ക്രൈറ്റീരിയ ഒക്കെ കൃത്യമായിട്ടും നമ്മൾ നോക്കി ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനറിയാവുന്ന ആളുകളെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിക്കണം. അപ്പോ അഡ്മിഷൻ എടുക്കുമ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടുന്ന് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് കൃത്യമായിട്ടും അത് പറഞ്ഞൊക്കെ കൊടുത്ത് കൃത്യമായിട്ടും അല്ലെ നമ്മൾ അത് നോക്കിയേ ചെയ്യത്തുള്ളൂ. അപ്പൊ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓട്ടെ, ഇനി വേറെ ഒന്നുമില്ല, ഡിഗ്രി അല്ലെങ്കിൽ PG നിങ്ങൾ കരസ്ഥമാക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യുക. ഉടനെ തന്നെ അഡ്മിഷൻസ് കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് നോക്കുക. അപ്പൊ താങ്ക് യു.